ഉറപ്പായിട്ടും വരും ബാംഗ്ലൂർ. അപ്പൊ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമ്മുടെ നേപ്പാളിലെ വീട്ടിൽ വരുന്നു, പോകുന്നു. ഇനിയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രയിൽ കണ്ടുമുട്ടട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. പൈസയുടെ പ്രശ്നം വന്നാൽ വിളിക്കാം, ഭാഷയുടെ പ്രശ്നം വന്നാലും അതെ, ഞങ്ങളുടെ പൈസയുടെ പ്രശ്നം സോൾവ് ചെയ്തെന്ന് പോയിച്ചാൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് എല്ലാ കാർഡും ഇവിടെ എടുക്കുന്നല്ലോ അവരുടെ. ഞങ്ങളുടെ അടുത്തുള്ള കാർഡ് അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് നേപ്പാൾ, ഭൂട്ടാൻ. അതെ, ഇവിടുത്തെ ATM നമ്മൾ നാട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോട്ട് വാലിഡ് ഇൻ ഭൂട്ടാൻ ആൻഡ് നേപ്പാൾ. ചില കാർഡിൽ എഴുതിയിട്ടുണ്ടാവും വാലിഡ് ഇൻ നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. നമ്മുടെ നോട്ട് വാലിഡ് ആയിരുന്നു, 2 പ്രാവശ്യം ഇട്ടു, അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ നമ്മൾ ക്യാഷ്. അതേപോലെ നമ്മുടെ ATM വർക്ക് ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ 500 രൂപ നേപ്പാളിൽ പോകും. മിനിമം എടുത്താലും മാക്സിമം എടുത്താലും 1000 രൂപ എടുത്താലും 10000 രൂപ എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞവര് 500 രൂപ കുറഞ്ഞു. 2 പ്രാവശ്യം അടിച്ചു. വേറെ എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വിളിക്കുക. ഈ എന്റെ നേപ്പാൾ അക്കൗണ്ടിൽ നിന്ന് മറ്റേ QR കോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തുണ്ടെങ്കിലും വിളിച്ചോ. ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ എവിടെയെങ്കിലും കാണാം, ബാംഗ്ലൂർ കാണാം. ഈ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, കാരണം നേപ്പാളിൽ 2 കോടി രൂപ ഇതിന്റെ വില.